കോട്ടയം CMS കോളേജിൽ സംഘർഷാവസ്ഥ. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം. കോളേജിൽ പോലീസ് ലാത്തി വീശി. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, ബിനിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, ഇതിപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പായിരുന്നു MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ. അതിൻ്റെ ഭാഗമായി ഉണ്ടായ സംഘർഷാവസ്ഥയാണോ? ആരെല്ലാം തമ്മിലാണ് സംഘർഷം? എന്താണ് വിവരങ്ങൾ? നിലവിൽ SFI വലിയ പ്രതിഷേധം ക്യാമ്പസിനുള്ളിൽ ഉയർത്തുന്നുണ്ട്. അവർ പറയുന്നത് മാനേജ്മെന്റും പ്രിൻസിപ്പാളും KSUവിന് ഒപ്പം നിൽക്കുകയാണ്, KSUവിനൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കുന്നത് മത്സരിച്ച SFIയുടെ പാനലിൽ മത്സരിച്ച പല ആളുകളെയും അയോഗ്യരാക്കുന്നു, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അനുമതി നൽകുന്നില്ല. അങ്ങനെ ഈ രീതിയിൽ നിലതുടർന്ന് അത് KSUവിന് സഹായിക്കുകയാണ് എന്നാണ് ആരോപണം. അത് ഉന്നയിച്ചാണ് വലിയ പ്രതിഷേധം ഇവിടെ ഉയർത്തിയത്. നിലവിലിവിടെ ക്ലാസ് റെപ്രസെന്റേറ്റീവ്മാരാണ്, അവരാണ് വോട്ട് ചെയ്ത് ഈ ചെയർമാനടക്കം തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് എന്നാണ് ആരോപിക്കുന്നത്. അത് ആരോപിച്ചാണ് നേരത്തെ വൈകിട്ട് ഒരു 3 മണി മുതൽ വലിയ പ്രതിഷേധം ക്യാമ്പസിനുള്ളിൽ ഉണ്ട്. എന്തായാലും പോലീസിന്റെ വലിയ സന്നാഹം ഇവിടെയുണ്ട്. പലതവണ പോലീസ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശുകയുണ്ടായി. പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ കോളേജിൽ പഠിക്കാത്ത ആളുകളും ഇവിടെയുണ്ട്, അവർ പുറത്തു പോകണമെന്നാണ് ആവശ്യപ്പെട്ടത്. പലതവണ പ്രിൻസിപ്പൾ അത് ഇവിടെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും നിലവിൽ കുറച്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കോളേജിലെ വിദ്യാർത്ഥികളും മെച്ചപ്പെട്ട പ്രവർത്തകരും ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അവരും ഈ പല സ്ഥലങ്ങളിലായി ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. റൈറ്റ്, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പായിരുന്നു CMS കോളേജിൽ. അതിൻ്റെ തുടർച്ചയായുള്ള സംഘർഷമാണ്.